ഹായ് മക്കളെ, അപ്പം നീറ്റ് ജെഇ റിപ്പീറ്റേഴ്സിന് വേണ്ടിയിട്ട് എജ്യൂപോർട്ട് അനൗൺസ് ചെയ്ത സ്കോളർഷിപ്പ് ചാകരയിലെ രണ്ടാമത്തെ സ്കോളർഷിപ്പ് അനൗൺസ്മെന്റ് ആണ് ഇപ്പോൾ ഈ നിമിഷം ഇവിടെ നടക്കാൻ പോകുന്നത്. എന്താണെന്നറിയോ ടോപ്പിക്ക്, അല്ലെങ്കിൽ ഏതാണ് ക്രൈറ്റീരിയ എന്നോ? +1 മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ച ഈ കാര്യം എന്നറിയാം. ആൻഡ് ഞങ്ങളത് ഇംപ്രൂവ്മെന്റ് റിസൾട്ട് കഴിഞ്ഞിട്ട് അനൗൺസ് ചെയ്യാന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ സർക്കാർ അന്ന് 20-ാം തീയതി ഇംപ്രൂവ്മെന്റ് റിസൾട്ട് പറയുന്നതാണ്. ഇന്ന് 23-ആയി. ഓരോടത് മറന്നുപോയിട്ടുണ്ടോ നടക്കാൻ ഡൗട്ട് ഉണ്ട്. പക്ഷെ എന്താണ്, നിങ്ങളിങ്ങനെ എന്താണ് ഈ എക്സൈറ്റ്മെന്റിൽ നിൽപ്പിക്കാൻ, എക്സൈറ്റ്മെന്റിനേക്കാൾ ഉപരി ആകാംക്ഷയിൽ നിൽപ്പിക്കാൻ നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ട് എന്താണ്, നമ്മളുടെ രണ്ടാമത്തെ സ്കോളർഷിപ്പ് +1 മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട്, അത് PCM ആണോ ഫുൾ മാർക്കാണോ എന്നൊക്കെ ഇപ്പം എന്ത് ചെയ്യും നിങ്ങളോട് ഞാൻ പറഞ്ഞോ. മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പം അനൗൺസ് ചെയ്യാൻ പോവാണ്. മാക്സിമം നീറ്റും ജെയും റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ സ്കോളർഷിപ്പ് ചാകരയിൽ 5 സ്കോളർഷിപ്പുകളായിരുന്നു നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 5 ക്രൈറ്റീരിയകളായിരുന്നു നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1 +1 മാർക്കായിരുന്നു, 2 +2 മാർക്കായിരുന്നു ബേസ് ചെയ്തിട്ടായിരുന്നു, 3 ജെഇ മെയിൻസിന്റെ റിസൾട്ട്, 4 നീറ്റിന്റെ റിസൾട്ട് വന്നാൽ, ഇതൊന്നും കൂടാതെ മെയ് 6-ന് നടക്കുന്ന ESAT എക്സാം വഴിയും നമ്മൾ എന്താണ് സ്കോളർഷിപ്പ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ എന്താണ് ജെഇ മെയിൻസ് റിസൾട്ട് വഴിയുള്ളത് ഓൾറെഡി നമ്മൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ തന്നെ +1 മാർക്കിന് അനൗൺസ് ചെയ്യാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടെ, ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, സാർ റിപ്പീറ്റേഴ്സിനും സൂപ്പർ റിപ്പീറ്റേഴ്സിനും ഒക്കെ സ്കോളർഷിപ്പ് ഉണ്ടാവും. അങ്ങനെയുള്ള മുഴുവൻ കുട്ടികൾക്കും എന്താണ് ESAT ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് ഇപ്പം നമ്മൾ +1 മാർക്ക് +2 മാർക്ക് എന്നൊക്കെ പറയുന്നത് ഇത്തവണ +2 എഴുതിയ കുട്ടികൾക്കാണ് കേട്ടോ. റിപ്പീറ്റേഴ്സ് അല്ലാത്ത ആൾക്കാരൊക്കെ മെയ് 6-ന്റെ ESAT ബേസ് ചെയ്തിട്ടായിരിക്കും. അത് നിങ്ങൾക്ക് എഴുതാം, നിങ്ങൾക്ക് അതിൽ സ്കോളർഷിപ്പ് കിട്ടുകയും ചെയ്യും. ഓക്കെ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് സ്കോളർഷിപ്പിലേക്ക് അടക്കാം അല്ലേ. ഫസ്റ്റ് ഞാൻ ഒന്നും കൂടെ എന്ത് ചെയ്യാണ്, ആ ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിക്കാനും ഓഫ്ലൈനായിട്ട് പഠിക്കാനും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഈ 5 എണ്ണത്തിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണോ സ്കോളർഷിപ്പ് അത് കിട്ടും. എന്ന് മാത്രമല്ല, നമ്മുടെ ഫസ്റ്റ് ബാച്ച് മെയ് 8-ാം തീയതി, എനിക്കൊന്ന് കേരളത്തിൽ ഏറ്റവും ആദ്യം നമ്മളാണ് എജ്യൂപോർട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ എത്ര നേരത്തെ ഓടിത്തുടങ്ങുന്നു അത്രയും ഗുണം ഉണ്ടാവും. സോ ഈ ബാച്ചിലേക്ക് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യാൻ നോക്കുക. ആൻഡ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആകെ ഒരു രജിസ്ട്രേഷൻ ഫീസ്, റീഫണ്ടബിൾ ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഫീസ് 5000 രൂപ മാത്രമാണുള്ളത്. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് സ്കോളർഷിപ്പിലേക്ക് എടുക്കാം. ഒന്നും കൂടെ ഞാൻ ജസ്റ്റ് ജെഇ മെയിൻസിന്റെ റിസൾട്ട് വെച്ചുള്ള സ്കോളർഷിപ്പ് ആരെങ്കിലും മിസ് ഔട്ട് ആയി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ എന്ന് മാത്രമാണ് നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കാണാം. ആൻഡ് +1 മാർക്ക് ബേസ് ചെയ്തുള്ള സ്കോളർഷിപ്പാണ് ഇനി നിങ്ങൾ നോക്കുന്നത്. അതായത് നിങ്ങൾ നീറ്റിന്റെ കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയാണ് നമ്മൾ നോക്കുക. മാത്സിന്റെ കുട്ടികളാണെങ്കിൽ ജെഇയുടെ കുട്ടികളാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണ് നോക്കുക. ആൻഡ് നിങ്ങൾക്ക് ഇതിൽ 240 ഔട്ട് ഓഫ് 240 ഉണ്ടെങ്കിൽ, മുഴുവൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് 100% കോഴ്സ് ഫീ എന്താണ് നമ്മൾ സ്കോളർഷിപ്പായിട്ട് തരും. ഇനി നിങ്ങൾക്ക് 239 ആണെങ്കിൽ 75% ആണ്, 238 ആണെങ്കിൽ 50% കിട്ടും. ആൻഡ് അതേപോലെ തന്നെ 235 അതിൻ്റെ മുകളിലോ മാർക്ക് ഉണ്ടെങ്കിൽ 25, 230 ആണെങ്കിൽ 20, ആൻഡ് 220-ന്റെ മുകളിലാണ് 10%. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കഴിഞ്ഞ വർഷത്തെ +1 എക്സാം കുറച്ച് ടഫ് ആയിരുന്നു എന്നതും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സ്കോളർഷിപ്പ് ഉള്ളത്. കാരണം 220-ന്റെ മുകളിലുള്ള കുട്ടികൾക്കൊന്നും നമ്മൾ സാധാരണ സ്കോളർഷിപ്പ് കൊടുക്കാറില്ല. പക്ഷെ പ്രത്യേകിച്ച് മാത്സ് എക്സാം ഒക്കെ കുറച്ച് ടഫായിരുന്നു. ആൻഡ് നിങ്ങളൊരു കാര്യം ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇതിൽ എത്ര % നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുക എന്നുള്ളത്. മറ്റൊരു കാര്യം കൂടെ, ലാസ്റ്റ് എന്തുണ്ട്, ഇത് ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ മാർക്ക് വന്നാലും ഇതേ സ്കോളർഷിപ്പ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ബാധകം. ചിലപ്പോൾ എന്തായിരിക്കും, നിങ്ങൾക്ക് ഇപ്പോൾ 238 ആയിരിക്കും, ഇംപ്രൂവ്മെന്റ് ആയി കഴിഞ്ഞാൽ 240 ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ കോഴ്സ് ഫീ തന്നെ നമ്മൾ തരുന്നതായിരിക്കും. സോ സീറ്റ് ലിമിറ്റഡ് ആണ്. പെട്ടെന്ന് തന്നെ എജ്യൂപോർട്ടിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഫോം കമന്റിൽ പിൻ ചെയ്യുന്നത്, അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് പറയാം. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പം ക്യാമ്പസ് കാണാം. ബൈ.